ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് സ്റ്റോക്സുകൾ തന്നിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ആ സ്റ്റോക്സുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നിരുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ക്യാൻഫിൻ ഹോം ആയിരുന്നു. നമ്മൾ 750, 752 ലെവലാണ് തന്നിരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു 752 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ആ ലെവലിൽ റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പോയി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് വീണ്ടും നമ്മുടെ ആ ലെവലിൽ താഴെ ബ്രേക്ക്ഔട്ട് നടന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലെവൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻഫിൻ ഹോമിൽ. പിന്നെ അടുത്ത സ്റ്റോക്സ് നമ്മൾ തന്നിരുന്നത് ABFRലാണ്. അപ്പോൾ ABFRൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ 2 ലെവൽസാണ് തന്നിരുന്നത്. ഇവിടെ മാർക്കറ്റ് ആ കാലത്ത് തന്നെ ആ ഒരു ലെവൽ ടച്ച് ചെയ്ത് ഇവിടുന്ന് സെല്ലിംഗ് പ്രഷർ വന്നു. നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ട് നമ്മുടെ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും മാർക്കറ്റ് അപ്സൈഡ് കയറാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവൽസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ABFRൽ ട്രേഡ് നടക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് സെല്ല് ചെയ്യാണ്, ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്റ്റോക്സ് നമ്മൾ തന്നിരുന്നത് M&M ഫിനാൻസ് ആയിരുന്നു. അപ്പോൾ M&M ഫിനാൻസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാർക്കറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നു. പക്ഷേ മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു താഴേക്ക് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സെല്ലിന് ചാൻസ് ഉണ്ടെന്ന് കണ്ടു. മാർക്കറ്റ് താഴേക്കാണ് ട്രേഡ് നടന്നത്. വീണ്ടും മാർക്കറ്റ് ആ ഒരു ലെവൽ ടച്ച് ചെയ്തിരുന്നെങ്കിലും നമ്മുടെ ആ ലെവൽസിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തില്ല, അവിടുന്ന് താഴേക്കാണ് വന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. നല്ല രീതിയിൽ നമ്മുടെ ഈ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്തിരുന്നു. പിന്നെ അടുത്ത സ്റ്റോക്സ് സൺഫാർമി ആയിരുന്നു തന്നിരുന്നത്. ഇപ്പോൾ സൺഫാർമി നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽസാണ് തന്നിരുന്നത്. കണ്ടോ മാർക്കറ്റ് എക്സാക്റ്റ് നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്ത് എക്സാക്റ്റ് ആ ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഈ OA ലെവൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നാളത്തേക്കുള്ള സ്റ്റോക്ക് സെലക്ഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സ്റ്റോക്ക് എഡ്ജിൽ ഡെറിവേറ്റീവ് അനാലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് OA ട്രെൻഡ് ഒന്നുകിൽ ന്യൂ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ന്യൂ ഷോർട്ട് പൊസിഷൻ വരണം. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% കൂടുതൽ വേണം. പിന്നെ വോളിയം ആൻഡ് ഡെലിവറി 2x മുകളിൽ വേണം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് UBL ആണ്. ഇപ്പോൾ UBL OA ട്രെൻഡ് ന്യൂ ലോങ് പൊസിഷനാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് 33% മുകളിലുണ്ട്. വോളിയം ഡെലിവറി 16x 15x മുകളിലുണ്ട്. അപ്പോൾ നമുക്കിത് ഈ സ്റ്റോക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് UBL ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കതിൻ്റെ ഓപ്ഷൻ ചെയിൻ നോക്കാം. അപ്പോൾ ഓപ്ഷൻ ചെയിനിൽ മാർക്കറ്റ് ഇന്ന് ഏത് റേറ്റിലാണ് ക്ലോസ് ചെയ്ത് നോക്കാം. 2030 ലെവലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് OA പ്ലസ് ഓർ മൈനസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഈ 2030 അടുത്തുള്ള സ്ട്രൈക്കിൽ എന്താണെന്ന് സംഭവിച്ചു നോക്കാം. അപ്പോൾ 2000 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കെയർ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് UBLൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് 2000 മാർക്ക് ചെയ്യാം. അതെല്ലാം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. നമുക്ക് ജസ്റ്റ് 2000 ലെവലിൽ നിന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് 2000 ലെവൽ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെവൽ നോക്കാം. ഓക്കെ, അപ്പോൾ 2012 ലെവലാണ് ഇപ്പോൾ സപ്പോർട്ടായി നിൽക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് അടുത്ത ദിവസം ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ 2012 ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ പുതിയൊരു അപ് ട്രെൻഡിന് ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് ഈ ഒരു 2000 ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ UBL നിങ്ങൾ 2012 ലെവൽ ചാർട്ടിൽ മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കോറമെന്റിലാണ്. ഇപ്പോൾ കോറമെന്റിൽ 1x ഉള്ളൂ വോളിയം ഡെലിവറി പെർസെൻറ്റേജ്, അതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്യാണ്. പിന്നെ സെയിലാണ് വന്നിരിക്കുന്നത്. സെയിൽ ന്യൂ ലോങ് പൊസിഷനാണ്. 10% കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. 5x കൂടുതൽ വോളിയം ഡെലിവറി പെർസെൻറ്റേജ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സെയിൽ സെലക്ട് ചെയ്യാം. ഇനി സെയിലിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ സെയിൽ നിന്ന് 164.65 ലെവലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ OA പ്ലസ് ഓർ മൈനസ് ചെക്ക് ചെയ്യാം. ഇനി 164ൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ 160 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ 165 ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതൽ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സെയിലിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് 165 റീസൺ അടുത്ത് നിൽക്കുന്നത്. 165 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നാറുണ്ട്. 165 നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി അതിന് തൊട്ട് മുകളിലൂടെ നമുക്കൊരു ഇന്നത്തെ ഹൈ ഉണ്ട്. അതും ഒരു റെസിസ്റ്റൻസ് ആണ്. ആ ലെവൽ മാർക്ക് ചെയ്യാം.
അതായത് 165-166 ലെവലാണ് ഇന്നിപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് 166 ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിന് ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു 165-166 ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊന്ന് സെൽ ചാൻസ് ഉണ്ട്, മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെയിൽ നിങ്ങൾ ചാർട്ട് ഓപ്പൺ ചെയ്ത് 165-166 ലെവലിൽ മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അത് ചെമ്പൽ ഫട്ടാണ്, അത് ന്യൂ ലോങ് പൊസിഷനാണ്. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് 22% മുകളിലുണ്ട്. വോളിയം ഡെലിവറി 13.8x മുകളിലുണ്ട്. നമുക്ക് ചെമ്പൽ ഫട്ടിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ചെമ്പൽ ഫട്ട് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 402.20 അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഏത് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് നോക്കാം. അപ്പോൾ 400 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്പൽ ഫണ്ടിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് അതിൽ 400 ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് സപ്പോർട്ട് കാണുന്നുണ്ട്, ആ ലെവൽ മാർക്ക് ചെയ്യാം. അതായത് 398-400 ഇപ്പോൾ മാർക്കറ്റിൽ ചെമ്പൽ ഫണ്ട് സ്ട്രോങ് സപ്പോർട്ട് OI ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് നാളെ മാർക്കറ്റ് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ മാർക്കറ്റ് ഈ ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ല മാർക്കറ്റ് നല്ല രീതിയിൽ ബെയറിഷ് ആണെങ്കിൽ ഈ 398 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. ഒരു പക്ഷേ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലെവലും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അടുത്ത ICICI ട്രൂലിയാണ്. അതും ന്യൂ ഷോർട്ട് പൊസിഷൻ വന്നിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് 17% കൂടുതലുണ്ട്. വോളിയം ഡെലിവറി 4-3x മുകളിലുണ്ട്. നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ചെയ്യുന്ന ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 575-65 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ OI ചേഞ്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നടന്നിരിക്കുന്നത് 580 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി ചെയ്തായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 580 ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ട്, ആ ഹൈ കൂടി മാർക്ക് ചെയ്യാം. 582, 55, 580 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ അതാണ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു 583 ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിന് ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു 580-83 ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെൽ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഈ ലെവൽ സ്റ്റാർട്ടിൽ മാർക്ക് ചെയ്തിട്ട്. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അടുത്ത് ഏഷ്യർ മോട്ടറാണ്. അപ്പോൾ ഏഷ്യർ മോട്ടർ വോളിയം ഡെലിവറി പെർസെൻറ്റേജും കുറവാണ്, അതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്യാണ്. പിന്നെ അടുത്ത് ടാറ്റ കൺസ്യൂമർ ആണ്. അത് ന്യൂ ഷോർട്ട് പൊസിഷനാണ്. 14% മുകളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. 3-2x ഉണ്ട് വോളിയം ഡെലിവറി പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടാറ്റ കൺസ്യൂമർ ലിസ്റ്റ് ചെക്ക് ചെയ്യാം, ഓപ്ഷൻ ചെയ്യും. അപ്പോൾ 1110 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 1120. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ടാറ്റ കൺസ്യൂമർ 1120. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആ ലെവലോട് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ 1120, 1125 ആ ലെവലാണ് കാണുന്നത്. 25-26 ലെവലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മാർക്കറ്റ് ഈ 1126 ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അതല്ല എങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നല്ല ബെയറിഷ് ആണെങ്കിൽ ഈ ഒരു 1120-25 ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ടാറ്റ കൺസ്യൂമർ ലെവലിൽ വരുന്നത് 1120, 1125, 26 ലെവലാണ്. പിന്നെ അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അടുത്ത് അതുലാണ്. അപ്പോൾ അതുൽ നമ്മുടെ വോളിയം ഡെലിവറി പെർസെൻറ്റേജ് കുറവാണ്, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. വോൾട്ടാസും കുറവാണ്, അപ്പോളോ ടയറും കുറവാണ്, LTTSും കുറവാണ്. പിന്നെ ബയോകോൺ വന്നിട്ടുണ്ട്. ബയോകോൺ ന്യൂ ലോങ് പൊസിഷൻ വന്നിട്ടുണ്ട്. അതുപോലെ വോളിയം ഡെലിവറി 3x മുകളിലുണ്ട്. അപ്പോൾ നമുക്കത് ബയോകോണിൻ്റെ ഓപ്ഷൻ ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ ബയോകോൺ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 289.60 ആണ്. 289 തൊട്ടടുത്ത് നടക്കുന്ന സ്ട്രൈക്കിൽ 295 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. നമുക്ക് ചാർട്ടിൽ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. 295, 295. ഓക്കെ, അപ്പോൾ ഇന്ന് ഏകദേശം ആ ഒരു ലെവൽ ഹൈ ആയിരുന്നു. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലെവലും കൂടി മാർക്ക് ചെയ്യാം.
അപ്പോൾ 294-95 ലെവലാണ് ഇപ്പോൾ ബയോകോണിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ല മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു 295 ലെവൽ ബ്രേക്ക് ചെയ്യാൻ നോക്കാം. ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് എടുത്ത് ഒരു അപ്പ് സൈഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ലെവലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ബയോകോൺ 294-295 ലെവല്. ഇനി അടുത്ത സ്റ്റോക്സ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ശ്രീറാം ഫിനാൻസ് ആണ്. അത് ഡെലിവറി പെർസെൻറ്റേജ് കുറവാണ്. ഇനി ബാക്കിയുള്ള സ്റ്റോക്സുകളൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% താഴെയാണ്. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ലെവൽസ് നാളത്തേക്ക് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും വാലിഡ് ആണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് അവിടെ നിന്ന് ഒരു ഡയറക്ഷൻ ചേഞ്ചിന് ചാൻസ് കൂടുതലാണ്. നമ്മളിത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സെലക്ഷൻ ആണ്. അപ്പോൾ ഈ ലെവൽസ് നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോസിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.